എല്ലാവിധ നാഷണൽ ഇന്റർനാഷണൽ ബ്രാൻഡുകളുടെ സ്പെക്ടക്കിൾ ഫ്രെയിമുകളും ഒഫ്താൽമെറ്റ് ലെൻസുകളും പ്രമുഖ ബ്രാൻഡുകളുടെ കോൺടാക്ട് ലെൻസുകളും കൃത്യതയോടെ ഡിസ്പെൻസ് ചെയ്യുന്നു. കാഴ്ചയുടെ പൊരുളറിഞ്ഞ പാരമ്പര്യം. കുന്നിക്കൽ ഒപ്റ്റിക്കൽസ്, എരമല്ലൂർ. പാർക്കുകളിൽ റീസൈക്കിൾ ചെയ്ത പ്ലാസ്റ്റിക് ബെഞ്ചുകൾ സ്ഥാപിച്ച് DCB ബാങ്ക്. കൊച്ചി നഗരത്തിലെ പാർക്കുകളിൽ റീസൈക്കിൾ ചെയ്ത പ്ലാസ്റ്റിക് പാർക്ക് ബെഞ്ചുകൾ സ്ഥാപിച്ചു. DCB ബാങ്ക് വേ ഫോർ ലൈഫ് NGOയുടെ സഹകരണത്തോടെ മറൈൻ ഡ്രൈവ്, സുഭാഷ് പാർക്ക്, പനമ്പള്ളി നഗർ, ഡയമണ്ട് പാർക്ക് എന്നിവിടങ്ങളിലായി 25 പാർക്ക് ബെഞ്ചുകളാണ് സ്ഥാപിച്ചത്. വേ ഫോർ ലൈഫ് NGO വിവിധ ഇടങ്ങളിലായി സംഘടിപ്പിച്ച ശുചീകരണ പ്രവർത്തനത്തിലൂടെ ശേഖരിച്ച പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ബെഞ്ചുകൾ നിർമ്മിക്കാനായി ഉപയോഗിച്ചത്. കാഴ്ചയിൽ മാർബിൾ ബെഞ്ചിനോട് സാമ്യമുള്ളതാണ് പ്ലാസ്റ്റിക് പാർക്ക് ബെഞ്ചുകൾ. ഭാരം കുറവായതിനാൽ ഇവ ആവശ്യാനുസരണം എടുത്തുമാറ്റാനും സാധിക്കും. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുക, പുനരുപയോഗിക്കുക, റീസൈക്കിൾ ചെയ്യുക എന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയാണ് പരിസ്ഥിതി സൗഹാർദ്ദകരമായ ദൗത്യം ആരംഭിച്ചത്. പ്ലാസ്റ്റിക് മാലിന്യത്തെ ദീർഘകാല ഉപയോഗയോഗ്യമായ പൊതുസൗകര്യങ്ങളാക്കി മാറ്റുക എന്നതാണ് ഈ സംരംഭത്തിലൂടെ ലക്ഷ്യമിടുന്നത്. 27 കിലോ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഉപയോഗിച്ചാണ് ഓരോ ബെഞ്ചും നിർമ്മിച്ചിരിക്കുന്നത്. 25 ബെഞ്ചുകളിലൂടെ 650 കിലോ പ്ലാസ്റ്റിക് പുനരുപയോഗിച്ചുവെന്ന് DCB ബാങ്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബാങ്കിംഗ് മേധാവി അജയ് അഹ്ലുവാലിയ പറഞ്ഞു. DCB ബാങ്ക് for extending the opportunity for us to collaborate with Way for Life NGO and Kochi Municipal Corporation. We are going ahead with 25 of these benches being installed at Subhash Park, at Marine Drive. It's a very unique initiative because it's something which is being made out of waste plastic, which is going to be sustainable. Apart from this, DCB Bank is always eager to go ahead and participate in big ways to make sure the ecosystem is taken care. We are also going ahead with plantation of 6,000 trees in the local area. A big thank you again to the Municipal Corporation, to the Mayor's Office and to our channel partner NGO. Thank you. മരത്തിലും ലോഹത്തിലും നിർമ്മിച്ച ബെഞ്ചുകളെ അപേക്ഷിച്ച് റീസൈക്കിൾ ചെയ്ത പ്ലാസ്റ്റിക് ബെഞ്ചുകൾ കാലാവസ്ഥാ പ്രതിരോധ ശേഷിയുള്ളതും കുറഞ്ഞ പരിപാലന ചെലവുള്ളതും കൂടുതൽ ദീർഘായുസ് ഉള്ളവയുമായിരിക്കും. അതിനാൽ പൊതുസ്ഥലങ്ങളിൽ സുരക്ഷിതമായും സൗകര്യപ്രദമായും ഉപയോഗിക്കാവുന്നതാണ്. കൊച്ചി സുഭാഷ് പാർക്കിൽ നടന്ന ചടങ്ങിൽ DCB ബാങ്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ബാങ്കിംഗ് മേധാവി അജയ് അഹ്ലുവാലിയ, സൗത്ത് സോൺ ഹെഡ് ലക്ഷ്മി നാരായണൻ, കൊച്ചി സർക്കിൾ ഹെഡ് ഷിജിത് നായർ, വേ ഫോർ ലൈഫ് NGO CSR ഹെഡ് വെങ്കടേഷ്, വൈസ് പ്രസിഡന്റ് ലതീഷ് കുമാർ A, സിറ്റി ലീഡർ ആദർശ് PA എന്നിവർ പങ്കെടുത്തു. ഹായ്, ആദർശ് വേ ഫോർ ലൈഫ് ഓർഗനൈസേഷൻ്റെ എംപ്ലോയി ആയിട്ടാണ് കൊച്ചിയിൽ വർക്ക് ചെയ്യുന്നത്. വേ ഫോർ ലൈഫ് ഒരു യൂത്ത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. വളണ്ടിയറിങ് ആക്ടിവിറ്റീസാണ് ഞങ്ങൾ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത്. സസ്റ്റൈനബിളായുള്ള ആക്ടിവിറ്റീസാണ് ഞങ്ങൾ കേരളത്തിലും ഇന്ത്യയിലെ 8 സ്റ്റേറ്റുകൾ നമ്മൾ വർക്ക് ചെയ്യുന്നത്. മെട്രോപൊളിറ്റൻ സിറ്റീസിലാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. സോ നമ്മൾ വളരെ വ്യത്യസ്തമായൊരു ഇനീഷ്യേറ്റീവായിട്ട് നമ്മൾ കൊച്ചിയിലിപ്പം ജോയിൻ ചെയ്തിട്ടുള്ളത്. നമുക്കറിയാം നമ്മൾ പ്ലാസ്റ്റിക് വേസ്റ്റ് എത്രത്തോളം നമുക്ക് പ്ലാസ്റ്റിക് വേസ്റ്റേ മാറിക്കിടത്തോളം ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു മാറ്ററാണെന്നുള്ളത്. സോ അത് നമ്മൾ ആ ഒരു വേസ്റ്റ് നമ്മൾ കൃത്യമായിട്ട് സെഗ്രിഗേറ്റ് ചെയ്തുകൊണ്ട് കളക്ട് ചെയ്തുകൊണ്ട് ബീച്ച് ക്ലീനപ്പ് ഡ്രൈവുകൾ, ഓപ്പൺ ക്ലീനപ്പ് ഡ്രൈവുകൾ നമ്മൾ നടത്തിക്കൊണ്ട് ഡംപ് യാർഡുകൾ എന്നുള്ളത് നമ്മൾ ക്ലീൻ ചെയ്ത് പുതിയൊരു പ്രൊഡക്റ്റാക്കി മാറ്റാണ്. സോ നമുക്കറിയാം പ്ലാസ്റ്റിക് 3 R's, റിഡ്യൂസ്, റീസൈക്കിൾ. സോ അതോടൊപ്പം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് ഇതേപോലുള്ള വേസ്റ്റുകൾ കൃത്യമായത് സെഗ്രിഗേറ്റ് ചെയ്ത് പുതിയൊരു പ്രൊഡക്റ്റ് ആക്കിയിട്ട് ഏറ്റവും യൂസ്ഫുള്ളായ പ്രൊഡക്റ്റ് ആയിക്കൊണ്ട് നമുക്ക് പാർക്കുകളിൽ അവൻ ഓപ്പൺ സ്പേസുകൾക്ക് ആൾക്കാർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രൊഡക്റ്റ് ആയിക്കൊണ്ട് നമ്മൾ ചേഞ്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഒരു ന്യൂസ് ബ്യൂറോ, കൊച്ചി.